സംഖ്യാപുസ്തകം അധ്യായം 36. ദൈവമേ, നിന്റെ വേദപ്രമാണത്തിൽ അടങ്ങിയിരിക്കുന്ന അത്ഭുത കാര്യങ്ങളെ കാണുവാൻ എൻ്റെ ഉൾക്കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ. ആമീൻ. യോസേഫിൻ്റെ മക്കളുടെ കുടുംബങ്ങളിൽ മനശ്ശെയുടെ മകനായ മാക്കീരിൻ്റെ മകനായ ഗിലെയാദിൻ്റെ മക്കളുടെ കുടുംബത്തലവന്മാർ അടുത്തു വന്ന് മോശയുടെയും ഇസ്രായേൽ മക്കളുടെ ഗോത്രപ്രധാനികളായ പ്രമാണികളുടെയും മുമ്പാകെ പറഞ്ഞു, ഇസ്രായേൽ മക്കൾക്ക് ദേശം ചീട്ടിട്ട് അവകാശമായി കൊടുപ്പാൻ ദൈവം യജമാനനോട് കൽപ്പിച്ചു. ഞങ്ങളുടെ സഹോദരനായ സെലോഫഹാദിൻ്റെ അവകാശം അവൻ്റെ പുത്രിമാർക്ക് കൊടുപ്പാൻ യജമാനന് ദൈവം കൽപ്പന ഉണ്ടായി. എന്നാൽ അവർ ഇസ്രായേൽ മക്കളുടെ മറ്റു ഗോത്രങ്ങളിലെ പുരുഷന്മാരിലെല്ലാം വല്ലവർക്കും ഭാര്യമാരായാൽ അവരുടെ അവകാശം ഞങ്ങളുടെ പിതാക്കന്മാരുടെ അവകാശത്തിൽ നിന്ന് വിട്ടുപോകുകയും അവർ ചേരുന്ന ഗോത്രത്തിൻ്റെ അവകാശത്തോട് ചേരുകയും ചെയ്യുമല്ലോ. ഇങ്ങനെ അത് ഞങ്ങളുടെ അവകാശത്തിൽ നിന്ന് ഓഹരിയിൽ നിന്ന് പോയി പോകുമല്ലോ. ഇസ്രായേൽ മക്കളുടെ യൂബേൻ വർഷം വരുമ്പോൾ അവരുടെ അവകാശം അവർ ചേരുന്ന ഗോത്രത്തിൻ്റെ അവകാശത്തോട് ചേരുകയും അങ്ങനെ അവരുടെ അവകാശം ഞങ്ങളുടെ പിതൃഗോത്രത്തിൻ്റെ അവകാശത്തിൽ നിന്ന് വിട്ടുപോകുകയും ചെയ്യും. അപ്പോൾ മോശ ദൈവവചനപ്രകാരം ഇസ്രായേൽ മക്കളോട് കൽപ്പിച്ചത്, യോസേഫിൻ്റെ പുത്രന്മാരുടെ ഗോത്രം പറഞ്ഞത് ശരി തന്നെ. ദൈവം സെലോഫഹാദിൻ്റെ പുത്രിമാരെ കുറിച്ച് കൽപ്പിക്കുന്ന കാര്യം എന്തെന്നാൽ, അവർ തങ്ങൾക്ക് ബോധിച്ചവർക്ക് ഭാര്യമാരായിരിക്കട്ടെ, എങ്കിലും തങ്ങളുടെ പിതൃഗോത്രത്തിലെ കുടുംബത്തിലുള്ളവർക്ക് മാത്രമേ ആകാവൂ. ഇസ്രായേൽ മക്കളുടെ അവകാശം ഒരു ഗോത്രത്തിൽ നിന്ന് മറ്റൊരു ഗോത്രത്തിലേക്ക് മാറരുത്. ഇസ്രായേൽ മക്കളിൽ ഓരോരുവൻ സ്വന്തം പിതൃഗോത്രത്തിൻ്റെ അവകാശത്തോട് ചേർന്നിരിക്കണം. ഇസ്രായേൽ മക്കൾ ഓരോരുവൻ സ്വന്തം പിതാക്കന്മാരുടെ അവകാശം കൈവശമാക്കേണ്ടതിന് ഇസ്രായേൽ മക്കളുടെ ഏത് ഗോത്രത്തിലും അവകാശം ലഭിക്കുന്ന ഏത് കന്യകയും തൻ്റെ പിതൃഗോത്രത്തിലെ ഒരു കുടുംബത്തിൽ ഒരുവന് ഭാര്യയാകണം. അങ്ങനെ അവകാശം ഒരു ഗോത്രത്തിൽ നിന്ന് മറ്റൊരു ഗോത്രത്തിലേക്ക് മാറാതെ ഇസ്രായേൽ മക്കളുടെ ഗോത്രങ്ങളിൽ ഓരോരുവൻ സ്വന്തം അവകാശത്തോട് ചേർത്തിരിക്കണം. ദൈവം മോശയോട് കൽപ്പിച്ചതുപോലെ സെലോഫഹാദിൻ്റെ പുത്രിമാർ ചെയ്തു. സെലോഫഹാദിൻ്റെ പുത്രിമാരായ മഹ്ള, തിർസ, ഹൊഗ്ല, മിൽക്ക, നോവ എന്നിവർ തങ്ങളുടെ പിതാവിൻ്റെ സഹോദരന്മാരുടെ പുത്രന്മാർക്ക് ഭാര്യമാരായി. യോസേഫിൻ്റെ മകനായ മനശ്ശെയുടെ പുത്രന്മാരുടെ കുടുംബങ്ങളിൽ അവർ ഭാര്യമാരാകുകയും അവരുടെ അവകാശം അവരുടെ പിതൃകുടുംബത്തിൻ്റെ ഗോത്രത്തിൽ തന്നെ ഇരിക്കുകയും ചെയ്തു. യെരിഹോയുടെ എതിരെ യോർദാൻ അരികെ മോവാബ് സമഭൂമിയിൽ വെച്ച് ദൈവം മോശ വഴി ഇസ്രായേൽ മക്കളോട് കൽപ്പിച്ചവ ഇവയാകുന്നു. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. ബാറകുമോർ.